ഹയാബുസിലാണോ അലീന വന്നേ? എടാ എവിടെ അമ്മ എവിടാ? എന്നെ കൊണ്ടുപോയാ? കിളമ്പി കൊണ്ടുപോയാ? നീ പറഞ്ഞു ബാക്കി ഞാൻ പറഞ്ഞോളാം. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലേ, അത് ഞാൻ പറഞ്ഞോളാം. നീ പറ, എനിക്ക് തമിഴ് തരുമോ നിനക്ക് தெரியுமே, நீ சொல்லு. തമിഴ് റാപ്പാടാ ഇത്. നീ മര്യാദക്ക് മനസ്സിലാവുന്ന ഭാഷ പറ. நீ என்னடா திருமல்லட மரடா நீ இல்லப்பா எந்த ஐன பாருறேன் நான் வந்து நானும் அம்மா அதுக்கு அப்புறம் த்ரீசா மம்மில ட்ரெஸ் ஷாப்ல அவட நின்னு அப்ப த்ரீசா மம்மி എന്താ പറഞ്ഞു? அங்க எல்லாரும் அவட நிக்கும்போது அப்ப வந்து வெறுதே வெடி வச்சிருந்தாங்க பிசி செட்ல. ஓகேவா, விஎன்வி வண்டி இருக்குல்ல, அதனால வெடி வைக்கும்போது த்ரீசா மாமி மேல 2 புல்லட்ஸ் வந்து பட்டுது. அப்போ த்ரீசா மாமி அவட போய் சோதிச்சாங்க, எந்த பிரச்சனை, எதுக்கு இது மாதிரி வெடி வச்சீங்க சோதிக்கும் போது தெரியாம மேல ஒரு வாட்டி அடிச்சிட்டு. அப்ப உடனே அவங்க என்னன்னா பிரச்சனத்தை கூடுதலா சம்சாரிச்சு அவட வெடி வச்சு டவுன் ஆகி. அவட அம்மா மாதிரி இப்ப சொல்லுங்க ராய் മാമ. അമ്മാമ അവര് രണ്ടും അടിച്ചിട്ടുണ്ട്. അമ്മാമയല്ല, അവന്റെ അമ്മേനെ, അതായത് അടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ വന്ന് ഇവരെ രണ്ടുപേരും വിളിച്ച് നേരെ ഗ്യാങ് ഹൗസിൽ പോയി. കേവി ഒരു സൈഡില് ത്രീസേനെ അടിച്ചോണ്ട് അവിടെ ആരെ ഗേൾഫ്രണ്ട് ആണ് ത്രീസ. അപ്പൊ കേവി ഒരു സൈഡില് നമ്മളൊരു സൈഡില് നമ്മൾ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ ആദ്യം സംസാരിച്ചു വന്നിട്ടാണ് ഭയങ്കര കൊണയായിരുന്നു, അടിച്ച് മറ്റേത് മറക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ തിരിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അഡ്മിൻ ഇറങ്ങിട്ട് പറഞ്ഞു സിവിലിയൻ സിറ്റുവേഷനിൽ ഇടപെടാൻ പറ്റില്ല, മാറിപ്പോകാൻ പറഞ്ഞു. പറഞ്ഞമാര് എന്നിട്ട് മറ്റേ ഊക്കലും പോത്തീറ്റലും ഒക്കെ ആയിരുന്നു, ഭയങ്കര കൊണയായിരുന്നു. ചോദിച്ചിട്ടാ വാസുനാണ് അവൻ തിരിച്ച് വന്നിട്ട് ഇല്ലടാ എന്നടാ பண்ணுவே എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കയറി കൊണച്ചിട്ട് സിരി സിരി അന്നേരം ഒരു 32 പേരുണ്ടായിരുന്നു അന്നേരം. അമ്മര് വണ്ടിയൊക്കെ ഇട്ടിട്ട് ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ കൈ അടിച്ച് ചിരിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞോണ്ടാ. എത്ര പേരുണ്ടോ ഇപ്പൊ സിറ്റിയില്? നമ്മള് അതിന്റെ പോയി നമ്മളെടുക്കുന്ന ശരിയല്ല, അതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് ചോദിച്ചിട്ട് എടുക്കാൻ. എടാ മോനെ, എടാ ഞാനൊരു കാര്യം പറയട്ടെ, 2 ദിവസം ഇവന്മാരുടെ സിറ്റുവേഷൻ കഴിഞ്ഞ് നാളെ ഇവന്മാരിവിടെ കേറുവാണെങ്കിൽ ഇവന്മാരെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കും. അത്ര ഉള്ള ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഇവന്മാരെ വളർത്തിയിട്ട് കത്തിക്കും. പെരിയപ്പാന്നാണ് പറഞ്ഞത് അവൻ. കേട്ടാ, കൂട്ടിയിട്ട് കത്തിക്കും, ഒരു സംശയമില്ല. ഉറപ്പാണെന്ന് പറഞ്ഞ ഉറപ്പാണ്. കോച്ച് അടിക്കാൻ കോച്ച് നമുക്ക് കോച്ചിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ അമ്മാര് அப்படிதான்டா பண்ணுவேன், என்னடா பண்ண முடியும், முடிஞ்சதை பாத்துக்கோ அப்படின்ற மாதிரி. ഓക്കെ 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 നാളെ പന്നി കുറിച്ചിട്ട് കോച്ചിനെ തന്നെ കൊടുക്കും. അത് കൊടുക്കാവേ. അല്ല നീ അടിക്കണ്ട ഒരാഴ്ച വെളിയിരിക്കും. അതെന്താ? നാളെ ഞാനും ഇല്ല. അപ്പൊ മറ്റന്നാ ഫിക്സ്. ചൂട് കൊതിയാണ്. പക്ഷെ ഇപ്പൊ അടിക്കാറുണ്ട്. നമ്മൾ ഒറ്റ കാര്യം നേരെ പോന്നു. ജോക്കി മെഷീനറി അല്ലേ, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ജോക്കി നമ്മൾ ഇന്ന് കാണിക്കാം. ഇന്ന് നമ്മൾ ഇത് പറയുന്നു. ഇല്ല മെഷീനറി എല്ലാം ഉണ്ട്, ഒരു സീനും ഇല്ല. അപ്പൊ ഇത് എന്തേലും വിടും, ഞാൻ ബാക്കി ഞാൻ ഏറ്റ് നിൽക്കി. ഞാനിപ്പോ ഡീൽ ചെയ്യാം. വാ ഇന്ന് ഞാൻ കേറ്റൂല ഇവൻ. ഹലോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാ മിസ്റ്റർ എക്സ്, നിങ്ങൾക്ക് മേലിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
നമ്മുടെ കുടുംബം വേറൊരു കുടുംബത്തിന് ആളെ തൂക്കിക്കൊണ്ട് വന്ന് നമ്മുടെ ഗ്യാങ് ഹൗസിൽ വെച്ച് മൊത്തം പ്രശ്നമായി, അടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് അർജന്റ് ആയിട്ട് അവിടെ വരെ ഒന്ന് പോകണം. പക്ഷേ ഞാൻ പറയാം, ഞാൻ പോയിട്ട് തിരിച്ച് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഫ്രീ ആയ ഉടനെ ഞാൻ KK വിളിക്കും. ഗെറ്റ് റെഡി ടു വിസിറ്റ് അവർ മെഷീനറീസ്. ഓക്കെ, ആ സ്ഥലത്തോട്ട് വരണം, മെഷീനറി മൊത്തം കാണണം, കണ്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ വാല്യൂ നിശ്ചയിച്ചതിന് ശേഷം മാത്രം പൈസ തന്നാൽ മതി. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ വിളിക്കാം കേട്ടോ. പോണില്ലല്ലോ. എടാ എവിടെ ഉണ്ടാ? ആർപ്പി തരാം, അടി തരാം, എല്ലാം തരാം. വാ 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 ജോഡി അപ്പൊ കേറ്. ജോഡി അപ്പൊ അതിൽ കേറി. ഞാനൊരു കാര്യം ചെയ്യട്ടെ വാസു, പറഞ്ഞു. അയാൾ അവിടെ പോയിട്ട് നിനക്ക് 1 hour later, 2 hours later, 3 hours later. അവ 1 മിനിറ്റ് പോസായി നിന്ന് എനിക്കൊരു ഇത് കിട്ടാൻ വേണ്ടി. ബ്രോ അറിയാതെ പറ്റുകയാണ്, സോറി, സിറ്റുവേഷൻ ഉണ്ടേ. കൊണ്ടോട്ടെ, എന്റെ പേര് കേസില്ല. എവിടെ അവൻ? സൂര്യനാരായണ ഇറങ്ങണ നായേ ഗ്യാങ് ഹൗസിൽ നിന്ന്. എടാ വാ തുറക്കൂല നീ, നിക്ക് വാ തുറക്കൂല നീ. ഹലോ, തുറക്കൂലേ? നീ ഇവിടെ റെസ്പോണ്ട് ചെയ്യാത്ത സമയം കൂടിക്കൊണ്ടിരിക്കുക. അത് അറിയത്തില്ലെങ്കിൽ അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു തരുവാണേ. ഇല്ല, പുറത്ത് വലിയ കോളൊക്കെ മാസം അടിക്കുമ്പോ പറഞ്ഞു കൊടുക്കുക. ആ കോമഡി 4 വർഷമേ. ജോഗി ഇങ്ങോട്ട് വന്നേ. അവന്റെ പേരെന്താണ്? ജോഗി ഒന്നും പറയല്ലേ ജോഗി? അതിന്റെ ഇടയ്ക്ക് ഗ്യാങ് സസ്പെൻഷനാണ്. ഞാൻ ഇടപെട്ടില്ല. അല്ലല്ല, എന്തെങ്കിലും സംസാരിച്ച സീനോ? കൊടുത്തോ ചോദിക്കല്ലേ അണ്ണാ, മറ്റേ കേസ് ഇല്ല ചോദിക്കത്തില്ല. ദൈവത്തിനെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞടാ, നീ ഇവിടെ ഇരിക്കുവേ മച്ചു. ഒരു സംശയമില്ല, നീ ഇവിടെ ഇരിക്കും. എത്ര നേരമാണെന്ന് വെച്ചാൽ നീ ഇവിടെ ഇരിക്കും. അല്ലാതെ നീ സംസാരിക്കും, നീ ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്തിട്ട് നീ പോയാ മതി. ഇത് പ്രശ്നം. ഇത് നമ്മുടെ ജൂഡിനെ കയറി അടിച്ചോ, കൈവച്ചവൻ. ജൂഡിനെ കയറി അടിച്ചല്ലേ? ഇവരാണല്ലോ സിറ്റിയിൽ ഗുണ്ടായിസും. മാസൊക്കെ ഇനിയല്ലേ ബ്രോ, മാസൊക്കെ ഇനി കാണാൻ പോണല്ലേ മാസ്. ഇതല്ല മാസ്, നീ കാണാൻ പോണ മാസ്. നീ വാ തുറക്ക എന്തായാലും. ചെറിയ ബിസിനസ് ഡീലായിരുന്നു. ദൈവം വന്നല്ലോ. അപ്പാപ്പനെ വന്ന് നൈസായിട്ട് വന്നിട്ടേ ഇവരെല്ലാം ഉള്ള സമയത്ത് നൈസായിട്ട് വന്നിട്ട് അലീനയും ഇവരെല്ലാം അടിച്ചിട്ട് പോയി. ഗേവി മറ്റേ ട്രീസ ഉണ്ടായിരുന്നു. അപ്പൊ ഗേവിയും ടിവിയും എല്ലാം ഒരുമിച്ച് ചോദിക്കാൻ പോയതാ. എന്നിട്ട് ഇവന്മാര് പോയി വേറെ സിറ്റുവേഷൻ എടുത്ത്. ഇവര് വേറെ സിറ്റുവേഷൻ ഇല്ല. നമുക്ക് സിറ്റിസൺ നമ്മൾ ചോദിക്കാൻ നമുക്ക് സിറ്റിസൺ സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ജൂഡിനെ കൊണ്ട് അവിടെ നിർത്തി. ജൂഡിനെ അവൻ കൈവച്ച് അതിന്റെ പേരിൽ ചോദിക്കും. മരുന്ന് അടിച്ചിട്ടേ പോകുള്ളൂ. നമ്മൾ ഇടയ്ക്ക് സംസാരിക്കാൻ ചെന്നപ്പോഴേ കോച്ചിനോടും രായനോടും ഒക്കെ ഇവന്മാര് നല്ല കുണവർത്താനമായിരുന്നു. എന്തുകൊണ്ടാ പറഞ്ഞേ? രായന്റെ അടുത്ത് രായ ഒന്നും കൂടെ വരുവോ? അപ്പാപ്പിന്റെ അടുത്തോട്ട് വരുവോ? പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണോ? അതെന്താ പാപ്പ? ഹലോ, പറഞ്ഞ പോലെ. അതെ, ഒരു മിനിറ്റ്. മനസ്സിലായി. ബ്രോ പറ. അല്ല പറഞ്ഞോ, മോള് പറഞ്ഞ. ആരോ ഇവിടെ കിടന്ന് ആലിസല്ലേ എന്ന് പറഞ്ഞ മാത്രമല്ല, അല്ലെങ്കിൽ ആ കൊച്ചിന് പാട്ട് പാടി തന്നെ പോട്ടെ. സാരല്ല, പറഞ്ഞേ എന്താ പറ്റിയേ? ചന്ദ്ര എങ്ങനെയാണോ വിളിക്കുന്നേ? മോളേന്നൊക്കെയാണോ വിളിക്കുന്നേ? വേറെന്താ വിളിക്കണ്ടേ ചന്ദ്ര?
അല്ല ഞാൻ ചോദിച്ച മോളെ എന്നാണ് വിളിക്കുന്നേന്ന്. അങ്ങനത്തില്ല, ചിലരെ പേര് വിളിക്കും. അണ്ണാ സിറ്റുവേഷൻ പറയാനാണ്. ആ അപ്പാപ്പനോടൊന്ന് പറയോ? ആ അതെ Guys, എനിക്കൊരു ചെറിയ സാധനം സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എനിക്ക് 2 മിനിറ്റ് തരുമോ പ്ലീസ്? ഡ്രസ് ഷോപ്പിൽ വെച്ചിട്ടേ ഏതോ ഗ്യാങ് അടി. അപ്പൊ അതല്ലേ പറയാൻ പറഞ്ഞേ. അത് ഇപ്പോഴത്തെ അതൊന്നുമില്ല. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് തലയിൽ അടി കിട്ടിയപ്പോഴേ വിളവില്ലാതെ പറഞ്ഞതാ. അതിവിടെ അതായത് നമ്മള് ജൂഡ് ഡ്രസ് മാറാൻ വേണ്ടി ഇവിടെ പോയപ്പം ജൂഡിനെ അങ്ങ് കേറി. ജൂഡ് അത് പറ, നീയല്ലേ ഉണ്ടായിരുന്നെ? ഞാൻ അവനെ ഇടിച്ചപ്പാ പറയണ്ടേ. ശരി, അവന് ഉടനെ അങ്ങ് ചൂടായി അറിയാലോ ഒരു മനസ്സിലായി. അതൊക്കെ ഉള്ളു. ശരിയാ. അപ്പം അവനങ്ങ് ചൂടായി അവനങ്ങ് ഇടിക്കണം എന്നെ. പറഞ്ഞിട്ട് ഇനി ബാക്കി ഞാൻ പറയാം. അപ്പൊ അങ്ങനെ അവിടെ അടിപിടിയായപ്പോഴത്തേക്കും നമുക്ക് കോള് വന്നു. നമ്മൾ കോള് വന്നപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പോയി. ചോദിക്കാൻ വന്നപ്പോഴത്തേക്ക് രായന്റെ മോന്തക്കിട്ട് 2 അടി. പിന്നെ കാരണന്മാരെല്ലാത്തിനും നമ്മുടെ കൂടെ ഉള്ള എല്ലാത്തിനും പിടിച്ചിടിയാവേ. എല്ലാവർക്കും ഓരടി വെച്ച് കിട്ടി. പിന്നെ അപ്പൊ തന്നെ തട്ടി തോളി കയറ്റി നേരെ എന്താ ചോദിക്കുക? അങ്ങനത്തെ സംസാരം ഭയങ്കര അറിയണമല്ലോ. നിങ്ങൾ ഇത്ര എനർജി കളയുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയണമല്ലോ. കാര്യങ്ങളെ നേരെ കൊണ്ടു ഇവിടെ. ഇനി ശരിക്കുള്ള കാരണം എന്താ? ശരിക്കുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കലിപ്പ്. ഉള്ളിലെ കലിപ്പാണ് മോട്ടീവ്. ഉള്ളിലെ കലിപ്പാണ് മോട്ടീവ്. ഉള്ളിലെ കുറച്ച് ഗുണ്ടകളി സിറ്റിയില്. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല നമുക്ക്. സിറ്റിയില് ഗുണ്ടകളി നമ്മൾ മാത്രമേ പാടുള്ളൂ. അപ്പൊ നമുക്ക് ചോദിക്കണം. ഹലോ, ആ പൊട്ടം വന്നോ? ചെവരി ചാരിച്ച് 4 ഇടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാരണം അവനത് ചെയ്തുകൂടാ. ഇതെന്റെ കോലം കണ്ടോ? ചൂടാ ചൂടാ ചൂടാ. ജോക്കി എല്ലാവരും വെൽക്കം ടു സ്ട്രീം എന്നിടുന്നേ. ഇത് പറ്റി അവരെ പേടിച്ചാ ആദ്യം. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ? കാര്യങ്ങൾ എങ്ങനെ? ഇവന്മാര് വാറിനെല്ലാം എന്തെങ്കിലും പോകുന്നില്ല. അത് പറ്റത്തില്ലടാ, അത് പറ്റത്തില്ല. പ്രീവാറിനിടയ്ക്ക് 6-നിടയ്ക്ക് അടിക്കാൻ പറ്റത്തില്ല. ഞാൻ തമാശക്ക് പറഞ്ഞാണോ? സീരിയസ് എടുത്ത അവസാനം എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ? ഇത് തന്നെ പ്രീവാറും കഴിഞ്ഞ് അടുത്ത ബാറും കഴിഞ്ഞ് ഇവന്മാര് വരുമ്പോ 1 മണിയെ കഴിയുള്ളൂ. അതല്ല, 2 കാര്യങ്ങളുണ്ട്. അതായത് ഒരു കാര്യം പറയാം. അതായത് അവന്മാർക്ക് വേറെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മളായിട്ട് ഒരുത്തം വന്ന സിറ്റുവേഷൻ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ചോദിക്കാനില്ല. അത് മാനേജ് ചെയ്യേണ്ട അവന്മാരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കുഴപ്പമില്ല. അപ്പൊ ഞാനൊരു ഡൗട്ട് വെക്കട്ടെ. ഇനി ജൂഡിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയോണ്ട് അവൻ ഇനി ജൂഡ് ചോദിക്കണ്ട, അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. കാരണം ജൂഡിന്റെ കൈ കൊണ്ടതാണ്. ആദ്യം ജൂഡിന്റെ സൈഡിൽ നിന്ന് കൈ കൊണ്ടതുകൊണ്ട് ചിലപ്പോ നമുക്ക് നമ്മുടെ ഗ്യാങ് വരാൻ പാടില്ലല്ലോ. അടാ ജൂഡിന് അറിയാതെ തട്ടിയതാണോടാ അവന്റെ അത്? അവന്റെ മേത്ത് കൈകൊള്ളു. അന്നേരം അത് അങ്ങ് പറഞ്ഞ് സോൾവ് ചെയ്യണ്ടായിരുന്നോടാ. പിന്നല്ല എനിക്ക് നൊന്ത്. അവൻ പറയുന്നത് ഇതെന്താ ഇവിടെ സംഭവിക്കുന്നേ? ഇവന്മാര് പുറത്ത് കാര്യമായിട്ട് സംസാരിക്കാം. സ്വന്തം എടാ അറിയാതെ കൊണ്ടായിരുന്നു ആ ജൂഡിന്റെ കൈ. അത് അവിടെ അങ്ങ് സോൾവ് ആക്കിയ പോരായിരുന്നോ? അണ്ണാ ഹോസ്റ്റേ അല്ലാഞ്ഞിട്ട് പോലും ഞാൻ പോലും ഈ ഗ്യാങ്സ് ഇത്ര നേരം AFK പോയിട്ടില്ല. പറയാനാ ഇവൻ എന്നെ എപ്പോ വരും ഇവൻ? നീ ഇതിപ്പോ വന്നിട്ട് തുടങ്ങിയാ പറഞ്ഞു.
ഹോൾഡ് ആണോ മഞ്ജു പറഞ്ഞു ചന്ദ്ര വീണ്ടും പോയി ചന്ദ്ര വീണ്ടും ഒരു 10 ദിവസത്തേക്ക് പോയി എന്തായാലും പോവല്ലേ കല്യാണത്തിന് ഇനി ഒരു 2000 ഉണ്ടല്ലോ ഉള്ളൂ. എനിക്കല്ല ഗ്യാങ്ങിനെ കിട്ടത്തുള്ളൂ. ഞാൻ ഗ്യാങ്ങിനെ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും ഇനി ചേട്ടന്റെ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയണം, നീ നല്ല വിളിച്ചിട്ട് പൊക്കോളിയാ. കല്യാണം പറഞ്ഞാൽ ഇവിടെയുള്ള പ്ലാനിലാണ് ഞാൻ വന്നത്. അപ്പോഴാണ് എന്തിന്റെ എന്റെ ഗ്യാങ് ഹൗസിൽ കണ്ണു പൊട്ടിക്കാനാ? തോറ്റാൽ തോൽവി സമ്മതിക്ക്, അല്ലാതെ ചുമ്മാ റീസൺസ് പറഞ്ഞ് കരയാതെ. BCZ BM ബ്രിറ്റോ, BCZ കഴുകന്താസ് ബൂം. ബൂമൊക്കെ ഇപ്പൊ ഞാൻ പൊട്ടി അതിലും വലിയൊരു ബൂം ബ്ലാസ്റ്റ് ഇവിടെ വരുന്നുണ്ട്, തരാൻ. ഹലോ ഹായ് ഹായ് ഹലോ, ഒരു പെണ്ണിന്റെ ശബ്ദമല്ലേ അത്? തിരിച്ചു വിളിക്കാം. തിരിച്ചു വിളിക്കുമ്പോ ഫോൺ എടുക്കാത്തവൻ ഇനി ആറ്റിറ്റ്യൂഡാണ്. അവള് 2 വട്ടം വിളിച്ചാലേ ഞാൻ എടുക്കൂളേ. ഇനി ഞാൻ ഓരോ അവളുമാരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. ഇതൊക്കെ കേക്കയുടെ കൂടെ നടക്കുന്ന ഓരോത്തോളുമാരായിരിക്കും ഹണി ട്രാപ്പായിട്ട് ഇറങ്ങിയേക്കണ്. ഇമാര് കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടാ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 25 പേരുണ്ട്. അവനെ കൊണ്ട് തിരിച്ചു വിട്ടാലോ? നമ്മളെ ആകെ 6 പേരേ ഉള്ളു കേട്ടാ. നല്ല കാലം കൊണ്ടുപോകാം. എടാ ഇങ്ങേസ് അടിക്കുവാണെങ്കിൽ നമുക്ക് ആള് വേണം കേട്ടാ. എല്ലാവരും കേറാൻ പറ. 5 പേര് വരെ. എടാ അതൊക്കെ ഞാനൊരു മാസിന് പറയണതല്ലേ. ഷൗട്ടെക്സ് വീഡിയോ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വരാൻ വേണ്ടി അതൊക്കെ മാസിന് പറയണതല്ലേ. പറയടാ. കേട്ടില്ല? എന്തിയാ മാറാൻ കഴിയുമ്പോ അടിക്കാം. അവന്മാരെ കഴിയുമ്പോ രാത്രി 1 മണി കഴിയും. പോണ്ടേ ബാംഗ്ലൂർ പോണ്ടേ? ഫ്ലൈറ്റ് മിസ് ആവും. ഞാൻ മടിയിൽ നിന്ന് കഴിച്ചോളാം. യൂബറിലാണെങ്കിലും ഹോട്ട്സ്പോട്ട് ഉണ്ട്. ലാപ്ടോപ്പ് ഇല്ലേ എന്റെ? എവിടെ ദുബായിരിക്കുന്ന സാധനമാണോ അതൊക്കെ ഇവിടെ എത്തിക്കില്ലേ? പിന്നെ കുനിഞ്ഞിക്കേണ്ട ഞാൻ ഇല്ലെങ്കിലും അടിക്കൂലടാ. എത്ര പേരാണ് ഉള്ള ഇവിടെ? അതൊക്കെ എത്ര ഉള്ളു? പിന്നെ എത്ര ഉള്ളാണ്? പിന്നെ എന്നാ പിന്നെ നമ്മുടെ പിന്നെ പറ. അല്ല പറഞ്ഞു പിന്നെ എന്താ ഞങ്ങള് കേൾക്കാൻ പാടില്ലാത്ത എന്താ ചന്ദ്ര അത്? അല്ല ഒന്നുമില്ല പിന്നെ പറയാ ചന്ദ്ര. അല്ല പറഞ്ഞിട്ട് പോയാ മതി അല്ലേ? മാമന് വേണ്ടി കണ്ണാപ്പി ഒരു റെക്കമെൻഡേഷൻ പോലും പറയുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ എന്തിനു റെക്കമെൻഡേഷൻ പറയണം? നാളെ പോകുന്നതിന്റെ അടുത്ത് ഞാൻ എന്തിനു റെക്കമെൻഡേഷൻ പറയണം? ഡേ 5 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 25 ദിവസമായി. 25 ദിവസം കഴിഞ്ഞു. പിന്നെ നമ്മുടെ 15 മിനിറ്റ് കൂടി ഉള്ളു. കാണത്തില്ല. എന്താടാ മണിയും കുറച്ച് നാളത്തേക്ക് കാണത്തില്ല. ഒരു മെസ്സേജ് 7 ദിവസത്തേക്കും പോയി. വായിക്കൊള്ളാത്ത എന്തോ തെറി വിളിച്ച് 7 ദിവസത്തേക്കില്ല. പാണ്ട് കരിപ്പാറ പൊലയാടിന്ന് മാത്രം ഫ്രണ്ടിൽ ചെന്നിട്ട് പാണ്ടി കരിപ്പാറ പൊലയാടി പോയെന്ന് കയറി ഒരു വിളി. അപ്പോഴേ പോയി. ഞാൻ മെയിൻ ആയിട്ട് അല്ലടാ ഇത് ഫിക്സ് ചെയ്യണോ? ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് റേജ് ഇഷ്യൂസ് ഉണ്ട്, അത് കുറച്ച് കുറയ്ക്ക്. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കണേ? തെറി വിളിക്കാതെ സംസാരിക്കണം. നമ്മളൊരു ഗ്യാങ്ങിനോട് സംസാരിക്കുമ്പോ നമുക്കിവിടെ വീണ്ടും കളിക്കാനുള്ളതാ. മണ്ടന്മാര് വലിച്ചിരുന്നെങ്കിലേ അണ്ണ ഇപ്പൊ സിറ്റിയിലില്ല. അല്ല അണ്ണ ഇപ്പൊ സിറ്റിയിലില്ല. ശരിക്കും അണ്ണ ഇല്ല.
കൈലാസ റോഡിലെ കളിക്കേണ്ടി തന്നെ. കൈലാസത്തിലെ ശിവനായനെയാണ് ഇപ്പൊ. അങ്ങനെ കൈലാസത്തിലൊന്നും പോകേണ്ട ഗതികേട് നമുക്ക് വരൂല കേട്ടോ, മനസ്സിലായ? നമ്മള് പാർട്ട് 2 ഇറക്കത്തില്ല വാസുവരെ. അപ്പാപ്പൻ എനിക്ക് വേണ്ടി ഇപ്പൊ V3 അപ്പൊ V4 എക്സലന്റ് V4 ഇറക്കും. നമ്മള് ക്ഷമിച്ചു കൊടുക്കും. ഞാൻ നടക്കാം. നമ്മള് ഇത്ര പേരുള്ളല്ലേ മൊത്തത്തില്? അല്ല ഞാന് റേഡിയോയിലൊക്കെ ഇത്ര മെസ്സേജ് അടിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് പറയായിരുന്നു ആളില്ല എന്നുള്ളൊരു കാര്യം. എനിക്ക് വേറെ തിരിയരുത്. ജോഡിനെ അങ്ങോട്ട് കൊണ്ടുപോകും തോന്നുന്നവര്. ആർക്കും ഹോസ്റ്റേജ് വേണ്ടല്ലേ? അവ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ പോലെ ആരും അറിയില്ല. മുച്ചിരിയൊക്കെ മുച്ചിരി കണ്ട ആരറിയാനാ? ഇവ 24 മണിക്കൂർ AFK ആണ്. ഇവൻ നമ്മളെ കാണിക്കാൻ വേണ്ടിയാ വരണേ സിറ്റിയില്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും വേറെന്തോ ചെയ്ത്. ഇവൻ ഇവിടെ ഒന്നും ഇല്ല. ഇവനെയൊക്കെ തല്ലിക്കൊന്ന് പറഞ്ഞു വിടറേ ഇവനെയൊക്കെ. ബ്രോ ഓസ്ട്രേലിയ ബ്രോ പോകുമ്പോ ഈ മുച്ചിരിയും കൂടെ ഒന്ന് കൊണ്ടുപോണേ ഗാംഗിലോട്ട്, BCCയിലോട്ട്. അവര് രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കും തോന്നുന്നു. അവര് രണ്ടുപേരും ഇവിടെ ഇല്ല. ഹലോ 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 സുഖാണോ? സുഖാണ്. ഇതാരാ? ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഇതാരാ? നല്ലത്, നന്നായി വരും. ഇതാരെന്ന് പറഞ്ഞില്ല. ഹലോ ഫുഡൊക്കെ നേരത്തിന് കഴിക്കണേ. ഓക്കെ, ബൈ ബൈ. $602 353 86 90. ഹലോ കുട്ടി, ഇത് ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ പേര് പറയൂട്ടോ കേട്ടോ, സീക്രട്ട് ആണേ. അയ്യോ, എന്റെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ വിളിച്ച് തിരക്കുന്നേ. അപ്പൊ എക്സൈറ്റ്മെന്റ്. അല്ല, എന്നെ എങ്ങനെ അറിയാം? എന്റേതോ ഏതാ ഇവിടുന്ന് എന്റെ ഫ്രണ്ട് തന്നെയാ നമ്പർ. എന്നെ അറിഞ്ഞൂടാ. എന്റെ പേരെന്താന്ന് പോലും അറിഞ്ഞൂടാ. പേരെന്തായിരുന്നു? എന്റെ പേര് പരുന്തു വാസു. കുട്ടിയുടെ പേരെന്താ? അതെയാ പറഞ്ഞിട്ടോ, സീക്രട്ടാണ്. ചോദിക്കല്ലേ? ഓക്കെ, ഇനി ഇവിടെ വിളിച്ചാൽ ഞാൻ മുട്ടൻ ആറ്റിലൂടെ ആയിരിക്കുവേ. കേട്ടാ, ഇപ്പഴേ പറയണേ. വേറെ ഒരാളെ നിനക്ക് മാറ്റിയെടുക്കാം. എന്താ ഇവിടെ? ഹലോ, എന്താ? വാറൊക്കെ കളിച്ചോണ്ടിരിക്കുക. നല്ല നല്ല കില്ലൊക്കെ ഉണ്ടെന്നാകട്ടെ. അപ്പം നമ്മള് മുകളിലോട്ട് നോക്കി ഇവൻ എന്താ കാണിക്കുന്നെന്ന്. നീയാണ് ഇവനെയൊക്കെ പേടിപ്പിക്കുന്നത്, മനസ്സിലായ? ഓരോരുത്തരുടെ വണ്ടി എടുത്തോണ്ട് വന്നു. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളവന്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. ഇനി നാളെ ഒന്നും ഇല്ലല്ലോ. നാളെ ഇല്ല ജോഗി, എനിക്കറിയാം. ജോഗി മാത്രമല്ല, ഇവിടെ ജോഗിയെ പോലെ ഇവിടെ ഒരു 13,000 പേർക്ക് എന്നെ 2 ദിവസം മിസ് ചെയ്യും. പക്ഷെ ജോഗി, മിസ്സൊന്നും ചെയ്യത്തില്ല. അല്ല ജോഗി, ഞാൻ പറയട്ടെ ജോഗി, ഞാൻ പറയട്ടെ പ്ലീസ്. എന്നെ കോൾ വിളിക്കരുത് ജോഗി, എനിക്ക് മെസ്സേജ് അയക്കരുത്. എന്നെ മെസ്സേജ് ചെയ്തിട്ട് മിസ് ചെയ്യൂടാ, പെട്ടെന്ന് വാ, അങ്ങനെ പറയരുത്. കാരണം ഞാനൊരു കംപ്ലീറ്റ് ഒരു ഓഫിന് വേണ്ടി പോവാ. 2 ദിവസം എനിക്ക് സമാധാനം വേണം. എനിക്ക് 2 ദിവസം സൂര്യപ്രകാശമൊക്കെ കൊള്ളണം. അതെ, എനിക്ക് 2 ദിവസം സൂര്യപ്രകാശമൊക്കെ കൊള്ളണം. എല്ലാവർക്കും ഒരു ആഗ്രഹം, ആ ലീഡർ പൊസിഷൻ 2 ദിവസത്തേക്ക് എനിക്ക് എന്നിട്ട് അങ്ങ് പോവാൻ. ഓക്കെ, ഞാൻ ജോഗിയെ 2 ദിവസത്തേക്ക് ലീഡർ ആക്കാം. അപ്പൊ പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോഗി ലീഡറിന് മുകളിലല്ലേ ജോഗി, പിന്നെ എന്തിനാ ലീഡർ? ഞാൻ ചുമ്മാ പിള്ളേരുടെ ആഗ്രഹം. അപ്പൊ ഞാനൊരു കാര്യം, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. ഓക്കെ, പോയിട്ടോ.
അപ്പൊ ശരി ശരി കേട്ടോ. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് കാണാം. ഓക്കെ എടാ നീ എന്താ റെസ്പോണ്ട് ചെയ്യാൻ ഇത്ര നേരം മുച്ചുറി? അപ്പൊ എനിക്ക് ചെവി കേൾക്കാത്തോണ്ടായിരിക്കും അല്ലേ? ഞാൻ കുറെ നേരം വിളിച്ചിട്ട് നീ റിപ്ലൈ പറഞ്ഞോടാ. സോറിടാ, എന്റെ ഞാൻ ചെവി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാടാ. സോറിടാ, സോറി. കുറച്ച് ഫുഡ് കൊടുത്ത ഞാൻ സൂര്യനാരായണ നമ്മുടെ ഫുഡ് ഞാൻ ബാൻ മേടിക്കൂലേ? കദ്ദാഫി എന്താണോ നിനക്ക്? നീ വെള്ളം മാത്രമേ കുടിക്കണം. നീ ഫുഡ് കഴിക്കും. നീ ഫുഡ് കൂടെ കഴിച്ചു. ഈ വേഷം കെട്ടൊക്കെ മറ്റേ ബി സീസൺ മണ്ടന്മാരെടുത്ത് നമ്മുടെ അടുത്തല്ല. റേഡിയോ സൈലേ ഹലോ കേക്കാവോ? കേക്കുന്നുണ്ട് ബ്രോ. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. സംഭവം ഒന്നുമില്ല, ഞാൻ മറ്റേ ഡ്രസ് ഷോപ്പിൽ നിൽക്കായിരുന്നു. ഉള്ളിലേക്ക് വന്ന് ഒരാൾ ആദ്യം അടിച്ച് പറഞ്ഞ അറിയാണ്ട് അടിച്ചാന്ന് പറഞ്ഞ് വിട്ട്. അത് കഴിഞ്ഞ് എന്നെ നോക്കി ഇന്ന് ഒരുത്തൻ പിന്നെ വന്ന് അടിച്ച്. അടിച്ച് രണ്ടാമത് നിങ്ങളെ ബാക്കിൽ ഗോകു അടിച്ചോ? ജൂഡടിച്ച്. അടിച്ചെങ്കിൽ നിന്റെ കയ്യിലിരിപ്പുണ്ടാ. പിന്നെ ആരടിച്ചു? അതന്നെ ഇത്ര രണ്ടാമത് ഇങ്ങനെ വന്ന് അടിച്ച് ബ്രോ അടിക്കേണ്ട ആവശ്യം എന്താ പറഞ്ഞു ഇനിയും അടിക്കുന്നു, ഞാനും തിരിച്ചടിക്കുന്നു. ഇത്രേ ഉള്ളൂ. തിരിച്ചടിക്കാൻ അവനെ അടിച്ചു കൊല്ലണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് രായണ്ണും ഞാനും ചന്ദ്രനും കൂടെ അവിടെ പോയണ്ണ എന്നെ അടിച്ച് ചന്ദ്രനെ അടിച്ചെണ്ണ. എന്നിട്ട് പറഞ്ഞു നീ കൂടുതൽ കൂടുതൽ മാസം ഇറക്കണ്ടോ? ഞാൻ എന്താ അടിക്കണ, നീ എന്താ അടിക്കണെന്ന് ചോദിച്ചപ്പോ കൂടുതൽ മാസം ഇറക്കണ്ടോ, നീയൊക്കെ പോന്നൊക്കെ പറഞ്ഞു. മൊട്ടന്നാളം കാണാൻ എടാ നിനക്ക് നമ്മളിങ്ങനെ വിഷം വരുന്നുണ്ടാ? വിഷം വന്നിരുന്നുണ്ടാ? ഓക്കെ എടാ ബാക്കി പറഞ്ഞു കഴപ്പാടാ നിന്റെ കേള്. അപ്പൊ ബ്രോ ഇപ്പൊ നമ്മള് ഞാൻ ഒരു കാര്യം പറഞ്ഞ ബ്രോയെ നമ്മൾ എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു പട്ടി പോലും വിളിച്ചില്ല. എന്താന്ന് അറിഞ്ഞൂടാ. അത് ഇവന്മാർക്കൊക്കെ വേണ്ടിട്ട് ഈ വഴക്കൊക്കെ ഉണ്ടാക്കി നടക്കുമ്പോ ആലയെ കാണിച്ചു. ഇവര് വന്ന് ഒന്നും നമ്മുടെ അടുത്തൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഞാനാണെങ്കിൽ ബ്രോയുടെ വീട്ടിൽ നമ്പർ തപ്പി പിടിച്ച് ആളെ വിളിച്ചപ്പോ ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവനെ വെച്ചോ, നമുക്കിപ്പോ സമയമില്ല, നമ്മൾ വേറെ അടുത്ത് പോകാൻ അവൻ ഫോൺ വെച്ചു. നീയല്ലേ പറഞ്ഞ നിന്റെ അണ്ണന്മാര് വരും, നമ്മളങ്ങ് ഒലത്തും മറിക്കും പൊരട്ടും. ഇതിപ്പോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അല്ല ഇതിപ്പോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ബ്രോ? അതെന്റെ ചോദ്യം. അതെനിക്കറിയില്ല. ഞങ്ങൾക്കറിയാം ഇത് നമുക്ക് ഒരു റൗണ്ട് പ്രീ വാറിന് നിങ്ങളെ പിടിച്ച് തല്ലാം. അത് കഴിഞ്ഞിട്ട് വാർ ഇട്ട് നിങ്ങളെ രണ്ടുപേരും തല്ലിയിട്ട് ഇത് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ടല് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണന്മാർക്ക് വെച്ചു കൊടുക്കാൻ. നീ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. നിനക്ക് നട്ടില്ല. ഇല്ല കൺഫേം ചെയ്ത്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. നിന്റെ അണ്ണന്മാരൊക്കെ വരുമോ നോക്കട്ടെ. നിന്റെ അണ്ണന്മാര് വാട്ടർ പോയോന്ന് ഒന്നിട്ടാണ് ബി സീസൺ ഒന്നിട്ട് ആരിലിട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അണ്ണന്റെ നമ്പറൂടെ കൊടുത്തരാം. അവന്മാര് വിളിക്കുവാണ് സ്പീക്കർ ഇട്ട് ഇവരെ തന്നെ അവന്മാർ തനിക്കോണം കേൾപ്പിച്ചു കൊടുക്കാല്ലോ. അല്ല അപ്പൊ ഇവര് മനസ്സിലാവില്ല ഇവരെങ്ങനെ നല്ലൊരു ഗ്യാങ്ങിലോട്ട് ഇവിടെ കിടുക്ക് ഗ്യാങ് ഉണ്ട്. ഇവിടുന്ന് ഇറങ്ങി വേണ്ട വേറെ വിളിച്ചിട്ടല്ലേ? അല്ല വലിച്ചെന്നിട്ടില്ല. അവര് കേടുന്നോ കേറുന്നു നല്ല ഗ്യാങ്ങല്ലേ. കുറച്ച് കൊള്ളാന്നുള്ള ഗ്യാങ്ങിന്റെ വരുവാ അങ്ങനെയാണെങ്കിൽ. അല്ല കൊള്ളാന്നുള്ള ഗ്യാങ്ങല്ലേ പറഞ്ഞത്. ചീട്ടത്തിന്ന് പട്ടിത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കില്ലല്ലോ. വെറുതെ കൊണടിക്കല്ല അവിടെ. ഹലോ നമ്മുടെ കൂട്ടത്തില് രണ്ടുപേരെ പുള്ളി ഒന്ന് ഇടിച്ചിട്ടായിരുന്നു. ഇടിച്ചിട്ടിട്ട് നിങ്ങളെന്തോ വന്ന് നമ്മളെ അടിച്ചിടുമെന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവനിങ്ങ് കൊണ്ടുവന്നു. അവന്റെ വർത്താനം ശരിയല്ല. അവന്റെ
ഹോസ്റ്റ് എടുത്ത എടാ ഹോസ്റ്റ് എടുത്തിന്റെ പേരെന്തോടാ? എടാ ഇവന്റെ പേരെന്തോടാ? ഹോസ്റ്റ് എടുത്ത പേരെന്തോടാ നിന്റെ? കേട്ടില്ല ഗണു. ഹലോ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഡിമാൻഡ്? എങ്ങനെ ഡിമാൻഡ് എന്താ പറയുക? നമ്മുടെ ദേഹത്ത് എടുത്തിട്ട് അടിച്ചവനെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തിരിച്ചടിക്കണം. ഞങ്ങൾ തിരിച്ചടിക്കും. ഇതിപ്പോ ഫയർ സിറ്റുവേഷൻ ആയോ? ഫയർ സിറ്റ് അവൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അടിച്ചിട്ട് കണ്ണെടുത്തപ്പോഴാണ് അവനെ വെടിവെച്ചിട്ടത്. ഗണ്ണെടുത്തോന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ബ്രോ. സിറ്റുവേഷനിൽ ഞാൻ ഇല്ലായിരുന്നു. നിങ്ങളുണ്ടോ സിറ്റുവേഷനിൽ? ഗണ്ണെടുത്തോ ഇല്ലെന്ന് കൺഫേം ചെയ്യാൻ? അല്ലല്ല, അത് ഞാൻ പറഞ്ഞു. അത് ഞാനും പറഞ്ഞു ബ്രോ. റോയിൽ ഞാനും ഇല്ല, ബ്രോ ഇല്ല സിറ്റുവേഷനിൽ. അപ്പൊ പിന്നെ നമുക്കത് അറിഞ്ഞൂടല്ലോ. ഗണ്ണെടുത്ത കാര്യം എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഗണ്ണെടുത്തില്ലെങ്കിലും മേത്ത് അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും ഇതുപോലെ. അതത്രേ ഉള്ളൂ. അത് അങ്ങനെ പറയാനുള്ളൂ. വേറെ അതിൽ കൂടുതലൊന്നും പറയില്ല. മേത്ത് ഇടിച്ചാലും കണ്ണെടുത്താലും എന്തായാലും കൊണ്ടുവരും ഹോസ്റ്റേജ് ആയിട്ട് പുള്ളി. എന്തായാലും നമ്മളിവിടെ ഇരുത്തിയിട്ടുണ്ട്, മുട്ടയിൽ ഇരുത്തിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. മുന്നോട്ട് പോയി എവനങ്ങ് കൊന്ന് കത്തിക്കും. നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ മനസ്സിലായടാ? എന്തൊരു പഴമിഴങ്ങളാ നിങ്ങള് എല്ലാം കേട്ട് ഓക്കെ എന്ന് പറഞ്ഞു. കൂടെ ഉള്ള ഒരുത്തനല്ലടാ കൊണ്ടുപോയത്. എന്തായാലും ഇറങ്ങി വേണം. ആണ് കണ എടാ ഇവനെ ഒന്ന് നൈസായിട്ട് ഇതാക്കിട്ട് വിട്ടാ മതി. ഞാനൊന്ന് വിഷ് ചെയ്തിട്ട് വരാം അവളെ. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. 1 മിനിറ്റ് സമയം തരണേ. ഇപ്പൊ വരാവേ. ഹലോ വാസു. ഹലോ മിസ്റ്റർ വാസു. പോയാ പുറത്തേ വൈകി സത്യമല്ല. എപ്പടി ഇവളോ മാസം അടിച്ചിട്ട് നമ്മളെ റേഡിയല്ലോ ഇറങ്ങി ചെയ്തേട്ടോ പാവം. വണ്ടിയിലെ പുറത്തിറക്കി കൊന്നു കത്തിച്ചു വിട്ടിട്ടുണ്ടേ. ഇനി കണക്ട് ചെയ്തിട്ട് പറയണ. ഇനി വേണ്ട. ഇനി അവർക്കെന്താ ചെയ്യാനുണ്ടെങ്കിലും ഉള്ളടാ. നമുക്കൊന്നും ചെയ്യാനില്ല. അവര് സംസാരിക്കണ ഓക്കെ. എനിക്ക് ടൈമായി. ഞാൻ അങ്ങോട്ട് ഇറങ്ങണം. വന്നു വാ